ഹായ്, കോച്ചിങ് സെൻറ്റേഴ്സ് ആണെങ്കിലും ഓൺലൈൻ മെൻറ്റേഴ്സ് ആണെങ്കിലും സ്കിപ്പ് ചെയ്യുന്ന ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് CSAT അനാലിസിസ് നമുക്ക് എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഐ എം വിനായക്, യു വാച്ചിങ് UPSC Vault and let's get started. Let's get straight into the question again. The question is that CSAT അനാലിസിസ് എങ്ങനെ ചെയ്യാം, അത് മനസ്സിലാക്കാനുള്ള ഏറ്റവും ഈസി ആൻഡ് സിമ്പിൾ വേ ഈസ് ടു നോ വേർ യു ആക്ച്വലി സ്റ്റാൻഡ് ഇൻ ദ പ്രിപ്പറേഷൻ. നമ്മൾ ഒരു 2024-22 അല്ലെങ്കിൽ 25 പേപ്പർ എടുക്കുക, എന്നിട്ട് അതിനുശേഷം അത് റാൻഡംലി ഒരു മോക്ക് പോലെ ടൈം വെച്ച് നോക്കുക. അതിനുശേഷം യു വുഡ് നോ ദാറ്റ് ഹൗ മച്ച് ഓഫ് ദി CSAT യു ആക്ച്വലി നോ. അത് നിങ്ങൾക്ക് അത് എക്സാം എഴുതുമ്പോൾ മനസ്സിലാവും. 2-3 എക്സാംസ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും 27 ക്വസ്റ്റ്യൻസ് ഓർ 26 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ. അറൗണ്ട് ഒരു 40 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 35 to 40 ക്വസ്റ്റ്യൻസ് മാത്സ്, ആൻഡ് ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് റീസണിങ്ങിൻ്റെതായിരിക്കും. നിങ്ങളിപ്പോൾ എത്ര ഒരു പ്രോപ്പറായിട്ട് ഇംഗ്ലീഷ് അറിയുന്ന ഒരാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇംഗ്ലീഷ് മാത്രം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ റീസണിങ് മാത്രം ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് ഈ ഒരു എക്സാം പാസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ദാറ്റ്സ് ദി ഫസ്റ്റ് തിങ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഇഫ് യു ആർ സമ്മൺ ഹൂ ഇസ് വെരി ഗുഡ് ഇൻ മാത്സ്, യു മൈറ്റ് ബി ഓക്കെ വിത്ത് സ്കിപ്പിംഗ് ദി കോംപ്രിഹെൻഷൻ, ഫ്യൂ ഓഫ് ദി കോംപ്രിഹെൻഷൻസ്. പക്ഷേ എന്നെപ്പോലെ ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷാണ് കുറച്ചും കൂടി അറിയാവുന്നത്, മാത്സ് അത്ര അറിയില്ല എന്നാണെങ്കിൽ ഇംഗ്ലീഷ് മാത്രം ചെയ്തുകൊണ്ട് പാസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ബിക്കോസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സ്ട്രെസ്സിൽ ഇരിക്കാത്ത സമയത്ത് വി മൈറ്റ് ബി ഏബിൾ ടു അറ്റൻഡ് 25 or 26 കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ്. പക്ഷേ എനിക്ക് പറ്റിയതുപോലെ ആ എക്സാം ഹാളിൽ ഇരുന്നിട്ട് നമ്മൾ ചെയ്യാൻ നോക്കുമ്പോൾ ഇറ്റ് വുഡ് ബി വെരി സ്ട്രെസ്ഫുൾ. ബിക്കോസ് ആകെയുള്ളത് 27 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ആദ്യത്തെ ഒരു 4 കോംപ്രിഹെൻഷൻ ഇപ്പം കിട്ടുന്നില്ല, നമുക്ക് വീണ്ടും വന്ന് നോക്കാമെന്ന് പറയുമ്പോൾ ഇറ്റ് വുഡ് ബി വെരി ഡിഫിക്കൽട്ട്. ഇനി നമുക്കറിയേണ്ടത് എങ്ങനെയാണ് CSATന് വേണ്ടി പഠിക്കേണ്ടത്, അതാണല്ലോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. വാട്ട് യു ഹാവ് ടു ഡു ഈസ് ദാറ്റ് ഫസ്റ്റ് ഇംഗ്ലീഷ് പ്രിപ്പയർ ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും റീസണിങ്ങിൻ്റെ കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, മാത്സിൻ്റെ കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നമ്മൾ സിലബസിൽ പല ടോപ്പിക്കുകളും പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു 5-10 ടോപ്പിക്കുകൾ പഠിച്ചുകൊണ്ട് മാത്സിൻ്റെ റീസണിങ്ങിനെ പഠിച്ചുകൊണ്ട് നമുക്ക് സുഖമായിട്ട് CSAT പാസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ടൈം ആൻഡ് ക്ലോക്ക്, കലണ്ടർ, ഈ ക്വസ്റ്റ്യൻസ് ഒരു 1-2 എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കാണും. എല്ലാ ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇതുണ്ടാകും. ഈ മിക്സ്ചർ ആൻഡ് അലിഗേഷൻസ്, പേഴ്സൻറ്റേജിൻ്റെ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ടോപ്പിക്കുകളാണ്. ഇതിൽ ചില സമയങ്ങളിൽ ക്വസ്റ്റ്യൻസ് പോലും അതേപോലെ നമ്പേഴ്സ് മാറ്റി ചോദിച്ച അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ PYQs നോക്കണം. ഒരു ലാസ്റ്റ് ഒരു 5 or 6 ഇയേഴ്സിൻ്റെ PYQs എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണിത്. വെൻ ഷുഡ് യു സ്റ്റാർട്ട് ദ CSAT പ്രിപ്പറേഷൻ? യു ഷുഡ് ഹാവ് സ്റ്റാർട്ടഡ് ഇറ്റ് വെരി ഏർലിയർ ആക്ച്വലി. ബിക്കോസ് ഈ കണക്കറിയാത്ത ഒരാൾക്ക് ഈ പറഞ്ഞ സാധനങ്ങൾ നോക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഈ ബാക്കിയുള്ള GS പ്രിപ്പറേഷൻ്റെ കൂടെ. അപ്പം നമുക്കൊരു 2 hours ഡെയിലി ഇതിന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഈ പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള മാത്സ് ചെയ്യാൻ അറിഞ്ഞു കഴിയണം, ആദ്യം അത് പഠിക്കണം. അതിനുശേഷം വേണം ഈ പറഞ്ഞ പോലെ ഓരോ ടോപ്പിക്കുകൾ എടുത്ത് പഠിക്കാൻ. എവിടെ നോക്കി പഠിക്കണം? യു ക്യാൻ ഓൾവേസ് ചൂസ് ഓൾ ഓഫ് ദി എനി ഓഫ് ദി വീഡിയോസ് യു ക്യാൻ ഫൈൻഡ് ഇൻ ദി യൂട്യൂബ്. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റൈലിൽ എടുക്കുന്ന ഒരു ഫാക്കൽറ്റി ആയാൽ മാത്രം മതി. ദാറ്റ്സ് ദി ഓൺലി തിങ് വിച്ച് മാറ്റേഴ്സ്. ഈ ബുക്ക് നോക്കി സ്വന്തം പഠിക്കാനുള്ള സമയം വളരെ കുറവാണ് ആക്ച്വലി. സോ ഐ വുഡ് പ്രിഫർ യു വാച്ച് ഓൾ ഓഫ് ദോസ് വീഡിയോസ് ആൻഡ് ട്രൈ ടു ലേൺ. നൗ ഇഫ് നിങ്ങളൊരു കോച്ചിങ് സെൻറ്ററിൽ എൻറോൾ ചെയ്തു, CSAT ക്ലാസ്സസ് അവിടെ നടക്കുന്നുണ്ട്, അത് പഠിക്കാൻ ശ്രമിച്ചിട്ടും ബുദ്ധിമുട്ടായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ വാട്ട് ഐ വോണ്ട് ടു സേ ഈസ് ദാറ്റ് you should take a break, you should take a pause. ബിക്കോസ് ഈ ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആയിട്ടും നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇറ്റ്സ് മോസ്റ്റ് പ്രോബ്ലി ബിക്കോസ് യു ആർ വെരി ഓവർവെൽംഡ്. ആ ഒരു കാര്യമാവാം. കാരണം നമ്മളെല്ലാം കൂടി ഒരുമിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടും നമുക്ക് ഈ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബേസിക്സ് നിന്ന് തുടങ്ങണം. ബാക്കിയുള്ള സിലബസുകളൊക്കെ മാറ്റി വെക്കുക, PYQs ഒക്കെ മാറ്റി വെക്കുക. അതിൽ നിന്ന് ഒരു ടോപ്പിക് എടുത്തിട്ട് അതിൻ്റെ ഒരു വീഡിയോ കാണുക. എന്നിട്ട് ആ ഒരു കണ്ട വീഡിയോസിൻ്റെ ഒരു 10, 12, 20 ക്വസ്റ്റ്യൻസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. കാരണം നമ്മൾ ഏതൊരു ടോപ്പിക് എടുത്തിട്ട് ഒരു 10 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലും ഡെയിലി നമുക്ക് ആ ഒരു ചോദ്യം വരുമ്പോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും, ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. നൗ നിങ്ങൾ ഇംഗ്ലീഷിലും മാത്സിലും ഈ പറഞ്ഞ പോലെ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ യു വുഡ് ഹാവ് ടു പുട്ട് എക്സ്ട്രാ ടൈം ആൻഡ് എഫേർട്ട് ഇൻ ടു ദ പ്രിപ്പറേഷൻ. നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് മാത്സിലാണോ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുക, അതോ ഇംഗ്ലീഷിലാണോ? കാരണം ഇംഗ്ലീഷിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു 4-5 ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ട്, ഈ അനലൈസ് അല്ലെങ്കിൽ ഇൻഫർ ചെയ്യുക എന്നൊക്കെ പറയുന്നത്. ഈ സാധനങ്ങൾ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ കോംപ്രിഹെൻഷൻ പാർട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്.
അതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഇതാക്കാൻ വേണ്ടി പറ്റും. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ എൻ്റെ വെരി റീസെൻറ്റ് ഒരു ക്ലോസ് വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും, എങ്ങനെയാണ് ഞാൻ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ ചെയ്യുന്നത്. സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ഐ വിൽ പോസ്റ്റ് ദാറ്റ് വെരി സൂൺ. ആൻഡ് അതേസമയം മാത്സിൻ്റെ ആണെങ്കിൽ യു ക്യാൻ പ്രിഫർ അതർ വീഡിയോസ് ആക്ച്വലി. ദ ഫണി തിങ് ഇസ് ദാറ്റ് 80 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, പക്ഷേ വി സ്റ്റിൽ ഹാവ് 2 hours, ഓൾമോസ്റ്റ് 2 hours ഫോർ ദി എക്സാം. സോ ഓരോ ക്വസ്റ്റ്യനും നമുക്ക് ഓൾമോസ്റ്റ് 3 or 4 minutes എടുക്കാൻ വേണ്ടി പറ്റും. കാരണം നമ്മൾക്ക് കംപ്ലീറ്റ്ലി 80 ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ കട്ട് ഓഫ് ഓൾമോസ്റ്റ് 67-68 വരുന്നത്. അതായത് ഒരു കഷ്ടിച്ച് 30 to 40 ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. ആലോചിച്ച് 27 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. അത് നമുക്ക് പ്രോപ്പറായിട്ടൊരു 26-25 ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ ബാക്കി ഈ പറഞ്ഞ പോലെ ഒരു 20 or 15 ക്വസ്റ്റ്യൻസ് നമ്മൾ മാത്സും റീസണിങ്ങും പറയാൻ കാരണം റീസണിങ് ഈസ് മോർ ഈസിയർ ദാൻ മാത്സ് പാർട്ട്. രണ്ടിലും ഈ പറഞ്ഞ പോലെ വരുന്ന കണക്കിൻ്റെ അളവ് വളരെ ഡിഫറെൻ്റ് ആണ്. കണക്കിൽ നല്ലോണം കണക്ക് ചെയ്യണം, പക്ഷേ റീസണിങ്ങിൽ നമുക്ക് കണക്കറിയില്ലെങ്കിൽ പോലും ഈ ലോജിക്ക് വെച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ചോദ്യങ്ങൾ പോലും ഉണ്ട്. സോ അത്രയും ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നൊരു എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടി എഫേർട്ട് ഇട്ട് ആ ഒരു സേഫ്റ്റി സോണിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി വേണം ശ്രമിക്കാൻ. ഈ ബോർഡർ ലൈനിൽ 27 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും ഈ പറഞ്ഞ പോലെ ഒരു 10 റീസണിങ് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ സേഫ് ആവത്തില്ല. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു എക്സ്ട്രാ ഒരു 5 or 10 ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റേണ്ടത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ CSAT അനാലിസിസ്. ബിക്കോസ് ഇതിന് ശേഷം വരേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ സ്വന്തം വേണം ചെയ്യാൻ. ഇപ്പം ഒരു റാൻഡംലി ഒരു ഫോർമുല ഷീറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അത് പഠിക്കാൻ നോക്കിയാൽ ബുദ്ധിമുട്ടായിരിക്കും. ബാക്കിയുള്ള ആൾക്കാരുടെ കണ്ടന്റ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് അത് നോക്കി PDF നോക്കി പഠിക്കാൻ വെച്ച് ബുദ്ധിമുട്ടായിരിക്കും. വേറെ ആരുടെ ബുക്ക് കടം വാങ്ങിയാലും ബുദ്ധിമുട്ടായിരിക്കും. ഇതിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ നിങ്ങൾ സ്വന്തം ഡെവലപ്പ് ചെയ്തെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. മറ്റുള്ളവർ മനസ്സിലാക്കിയ പോലെ നമുക്ക് റീസണിങ്ങോ കോംപ്രിഹെൻഷനോ എടുത്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. GS പോലെ അല്ല ഇത്. That's the end of the video. There's no conclusion because this is what I have to say. And as always, like, share and subscribe and comment and ask out the videos you want me to make next. And as always, stay very strong. You have to continue preparation. Never give up. എന്തായാലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. So do not back out. ലാസ്റ്റ് മൊമെൻറ്റിലൊക്കെ ബാക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി തോന്നാം, പക്ഷേ do not do that. Take care. You got this. Bye bye.